ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഓട്ടോമേഷൻ ചെയ്യുമ്പോഴുള്ള ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വയ്യാവലി പോകുമ്പോൾ എത്ര കാലം ഈട് നിൽക്കും, അത്യാവശ്യം കോസ്റ്റ് വരുന്നൊരു സംഭവമല്ലേ, വയേർഡ് വേണോ, വയർലെസ് വേണോ, ഇത്തരം ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ചാണ് ഒരു 8 കൊല്ലം, ഇപ്പോൾ പുതിയൊരു വീട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 8 കൊല്ലം മുമ്പ് ഓട്ടോമേഷൻ ചെയ്ത ആ ഒരു വീടിൻ്റെ വീഡിയോ നമ്മളിന്ന് എടുക്കാൻ പോവുകയാണ്. അത് പറവൂരാണ്, എറണാകുളം പറവൂരുള്ള വാമനൻ സാറിൻ്റെ വീടാണിത്. ഇതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഈ 8 years അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഈ വയേർഡ് വേണോ, വയർലെസ് വേണോ, പാനൽസ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ബാ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കാർപോർച്ച് ഏരിയയിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമേയുള്ള പുറത്തെ ലൈറ്റ്സും ആവശ്യ നേരങ്ങളിൽ ടൈമർ വെച്ച് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അതും ഓട്ടോമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രാത്രികളിൽ മാത്രം ഓണാവുക, സന്ധ്യാസമയങ്ങളിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഓണാവുക എന്നുള്ള ഒരുപാട് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് കയറുന്ന ഭാഗത്ത് ലൈറ്റ് ഓഫാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഇത് ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓണായി. സോ ഇത് നമ്മളൊരു മോഷൻ സെൻസർ വെച്ചിട്ട്, ഈ ഒരു ഏരിയയിലാണ് മോഷൻ സെൻസർ വരുന്നത്. ആ മോഷൻ സെൻസറിൽ നമ്മളെ ഹ്യൂമൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ലൈറ്റിലോട്ട് ഒരു ട്രിഗർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മുതൽ തന്നെ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെയുള്ള ഡോർബെൽ തന്നെ ഒരു വീഡിയോ ഡോർ ഫോൺ കൈൻഡ് ഓഫ് തിങ് ആണ്. ഇതിനകത്ത് നമ്മൾ ബെല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് നിന്ന് നമ്മൾ തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ആരാണെന്ന് മനസ്സിലാക്കാനും ഡോർ ഓപ്പൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലിവിങ് റൂമിൽ മാത്രമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പാനലാണ് ലൂണ. ഇതിൽ എന്തൊക്കെ സംഭവങ്ങൾ അതിൽ കൺട്രോൾ ചെയ്യുന്നത്? ഫാന്, ലൈറ്റ്, ടെമ്പറേച്ചർ, AC, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത്, ഗേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ അതുപോലെ സീൻസ് ക്രിയേറ്റ് ചെയ്തിടാം. മ്യൂസിക് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം ഈ ഒറ്റൊന്നുമില്ലോ, ഇതിനാകെ 5 സ്വിച്ചുകളാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്, 5 ബട്ടണാണ്. ഓരോ പേജസ് ആണിത്. ഈ പേജിൽ തന്നെ നമുക്ക് ഈ ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ആണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഏകദേശം 5 × 5 5 സ്ക്വയർ എന്ന് നമുക്ക് പറയാം. സെൻട്രൽ സ്പോട്ട്, വാം സ്പോട്ട്, സിറ്റിംഗ്, റോപ്പ് ലിവിങ്. പിന്നെ ഇത് തന്നെയല്ലേ അമർത്തണ്ടേ? ഇത് തന്നെ അമർത്തുമ്പോൾ അടുത്ത പേജിലോട്ട് തന്നെ പോകും. ഇതിന് പുറമെ ഇതെല്ലാം പേജുകളാണ് അല്ലേ? ഇത് അമർത്തുമ്പോൾ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത നമ്മൾ ഫെദർ ടച്ച് തന്നെയാണ്. നമ്മൾ 8 years ആയിട്ടും നമ്മളിപ്പോഴും ഫെദർ ടച്ചിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ ഒരു പ്രശ്നമില്ല. പിന്നെ ഈവൻ നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ഓഫ് ഇതുപോലെ കണ്ടോ, നമുക്ക് ഇത് ഇവിടെ തന്നെ കളർ വേരിയേഷൻ കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ യെല്ലോ ഓൺ ആയിരിക്കും. അതെല്ലാവരും പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരുപാട് റെട്രോഫിറ്റ് വയർലെസ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ഓട്ടോമേഷൻ. അപ്പോൾ പലപ്പോഴും അതിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആപ്പിൽ ഇത് ഓഫാക്കും ഓണാക്കും ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ ഇതിൽ അറിയാൻ പറ്റില്ല ഇത് ഓണാണോ ഓഫാണോ എന്നുള്ളത്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ കാണാൻ പറ്റും. ഈ കളർ നമുക്ക് ഈ കളർ ചേഞ്ച് ആവുന്നുണ്ടല്ലേ ഇതില്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെന്റർ സ്പോട്ട് എന്ന് പറയുന്നത് സെന്ററിലെ സ്പോട്ട് ലൈറ്റിന് തന്നെ നമ്മൾ അതേ നെയിം തന്നെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ചിഹ്നങ്ങളോ നമുക്ക് കൊടുക്കാം. അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് എന്താണോ അവിടെ നമ്മൾ വെച്ച ലൈറ്റ് അത് തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഡിമ്മിങ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ, പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പ്രസ് ചെയ്ത് ജസ്റ്റ് താഴ്ത്ത് പ്രസ് ചെയ്തിട്ട് താഴ്ത്തുക. ലൈറ്റ് ടച്ച് തന്നെ. അപ്പം അതിന്റെ ആ ഇന്റൻസിറ്റി കുറയുന്നതും എത്ര ഇന്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക്. ഇനിയിപ്പോ നമ്മളിവിടെ ആരും നമ്മൾ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 30% ലൈറ്റ് മതി ഇന്ന സമയത്തൊന്നും ആണെങ്കിൽ നമുക്ക് അത് ഓൾറെഡി കണ്ടീഷൻസ്, റൂൾസ്, കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ സീനിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് പറഞ്ഞില്ലേ, പുറത്തെ ലൈറ്റ്സുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഇത്ര മണിക്ക് ശേഷം ഓഫ് ആക്കിയിട്ട് അതെല്ലാം ഈ സീനുകൾ ഇതിലാണ് ക്രിയേറ്റ്. ഈ സീനുകളാണിത്. ഇത് നമുക്ക് ആ പേരിനോട് മാച്ച്. ഇപ്പൊ എവേ മോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകുന്ന രീതിയിൽ കംപ്ലീറ്റ് ഓഫ് എന്നുള്ള ഓൾ ഓഫ് വേണമെങ്കിൽ നമുക്ക് എവേ എന്ന് പറഞ്ഞൊരു മോഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിടാം. ഇതെല്ലാം ഈ സിമ്പിൾസും നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പൊ ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരെണ്ണം വെച്ച് നമ്മുടെ ഈ ഏരിയ മൊത്തം, ഈ വീട് മൊത്തം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ,
ഇപ്പൊ ഈ റൂമില് ലൂണ, എല്ലാ റൂമിലും ലൂണ തന്നെയാണോ? ഇതിപ്പം ഈ ഒരു ഓപ്പൺ ഏരിയ ആണ്, പിന്നെ എപ്പോഴും എല്ലാവരും വരുന്ന ഒരു ഏരിയ ആണ്. കുറച്ചുകൂടെ എസ്തെറ്റിക്സ് ബ്യൂട്ടി എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഇവിടെ ഇത് വെച്ചത്. എല്ലാവരും കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട്. അതെ. പിന്നെ നമുക്ക് റൂമിലേക്ക് ആവുമ്പോൾ ഇതുപോലത്തെ പേജ് കൺട്രോൾ വേണ്ടെന്നാണെങ്കിൽ, ഇത്ര കൺട്രോൾസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബെറ്റർ മോഡൽസ്. വേറെ സൊല്യൂഷൻസ്. നമുക്ക് എന്താണ് അടുത്ത റൂമിലോട്ട് പോയാലോ? ഓക്കെ ഓക്കെ. ഇതൊരു ബെഡ്റൂമാ, കുട്ടികളുടെ ബെഡ്റൂം അല്ലേ? ഇപ്പൊ ഇതിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബ്ലൂ എന്ന് പറയുന്നത് ഇതൊന്നും ടച്ച് അല്ല അല്ലേ? അല്ല, ഇത് ടച്ച് അല്ല, ഇത് ബട്ടൺ പാനലാണ് ശരിക്കും പറഞ്ഞത്. ഇതും ഈ പറഞ്ഞ ഇത്രയും വർഷം പഴക്കമുള്ളത് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ ഇവിടെ ഡിസ്പ്ലേ, AC കൺട്രോൾ. ഇപ്പൊ നമ്മള് AC-ക്കും വേറെ കൺട്രോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, AC കൺട്രോളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം. ഇപ്പൊ ഇവിടത്തെ വാമന സാർ ഇപ്പൊ കുട്ടികളുള്ള കാരണം ആ 8 കൊല്ലം മുന്നേ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആദ്യോടുകൂടി ടെൻഷനോടുകൂടി ചെയ്യുന്നല്ലോ. ഇത് എങ്ങനെ വരും, എങ്ങനെ പ്രാക്ടിക്കലി എങ്ങനെ പോസിബിൾ ആവും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അന്ന് AC ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല. AC ഒഴികെ ബാക്കി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് AC കൂടെ നമുക്ക് അതിൽ കണക്ട് ചെയ്യാന്നുള്ളത്. ഈ ടെമ്പറേച്ചർ ശരിക്കും ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നീ എണീറ്റ് വന്നിട്ടൊക്കെ ഇത് ഓഫാക്കുക ഓണാക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അല്ല, ഇത് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിലും കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ മാർസിനും ലൂണയ്ക്കും ഒക്കെ നമുക്ക് റിമോട്ട്സിൽ കൺട്രോൾ ചെയ്യാം. റിമോട്ട് തന്നെ ബേസിക് ആയിട്ടുള്ള റിമോട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ബേസിക് റിമോട്ടിൽ ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഇപ്പം നമ്മൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ മൊബൈലും ഉണ്ടാവുമല്ലോ, നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് മൊബൈലിലും ചെയ്യാൻ പറ്റും. അതും നമുക്ക് സീന് സെറ്റ് ചെയ്ത് വെച്ചൂടെ? രാത്രി കുട്ടികൾക്കാണെങ്കിൽ ബേബി സ്ലീപ്പ് അല്ലെങ്കിൽ കിഡ്സ് സ്ലീപ്പിംഗ് മോഡെന്നോ അങ്ങനെ എന്തെങ്കിലും? നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം കിഡ്സ് ഒക്കെ ഇപ്പം ഈ റൂമിൽ നമ്മൾ നോയ്സും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. സെൻസ് ചെയ്ത് എന്ന രീതിയിൽ സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടി പെട്ടെന്ന് കരയുകയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മളെ ബസർ പോലെ നമുക്ക് എവിടെയാണ് നമ്മളെന്നുള്ള ആ ഏരിയയിലേക്ക് നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കുട്ടി അറിയുകയാണെങ്കിൽ അമ്മ കിച്ചണിലാണെങ്കിൽ അവിടേക്ക് തന്നെ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, ബസർ സൗണ്ട് വരും. ആ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ പാനൽസ് നമുക്ക് വയേർഡിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുക, വയർലെസ്സിൽ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ വയേർഡിൽ വരുന്ന പാനലുകളാണ്. വയർലെസ്സിൽ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, വേറെ ഒരു സ്ഥലത്തും ഇതിൻ്റെ വേറെ ഒന്നുമില്ല. മറ്റ് നോർമൽ വയറിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലഗ് പോയിന്റ്സും അതുപോലെ സ്വിച്ച് ബോർഡുകൾ ഒരുപാട് ഉണ്ടാവും. ഇത് ഒറ്റ ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് മൊത്തം കൺട്രോൾ കിട്ടുകയാണ്. നമ്മളിപ്പം AC-യുടെ നോർമലി അത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ AC ഒരു സൈഡിൽ വെക്കും, ബെഡ് സൈഡിൽ വേറെ സ്വിച്ച് വെക്കും. ആ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് ബെഡ് സൈഡിൽ വേണമെങ്കിൽ ചെറിയ പാനൽസ് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇത് വേറൊരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ആണല്ലേ, മാമൻറ്റി സാറിൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ റൂമിലും ലൂൺ തന്നെയാണ് സെയിം സാധനം. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ കൺട്രോൾസും ഇവിടെയും കൊടുക്കാൻ വാഷ്റൂമിനാണെങ്കിലും ബെഡ്റൂം മൊത്തം വീടിന്റെ കൺട്രോൾ കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് ലൂണ കൺട്രോൾ കൊടുത്തത്. ഓക്കെ, അപ്പൊ മറ്റടുത്ത പാനൽ മാർസ് ബട്ടൺ പാനൽസോ. ഇത് കോസ്റ്റ് വൈസ് വലിയ ഡിഫറൻസ് വരുന്നുണ്ടോ? ഒരുപാട് ഡിഫറൻസ് ഇല്ല, എന്നാലും ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ഇതായിട്ട് ചെയ്യാം. കസ്റ്റമറിനും കൂടെ അതായത് സൈഡിൽ കൂടെ നമുക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ അവിടേക്ക് ആവശ്യമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ബെഡ്റൂം ആണ്. എല്ലാ കൺട്രോളും ഇവിടെ കോട്ടയം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, നമ്മളിപ്പോൾ വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ലൈറ്റും ഒക്കെ ഓഫ് ചെയ്യാൻ മറന്നിട്ട് പോകുക എന്നുള്ളത്. എനർജി സേവിങ്ങിന് എപ്പോഴും വരുന്ന പ്രശ്നമാണത്. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രസൻസ്, ഡോർ ഓപ്പൺസ് നമ്മുടെ പ്രസൻസ് വെച്ചിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലൈറ്റും അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും ഓൺ ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ച് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒരു 2 സെക്കൻഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടൈം. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആയി പോകും. ഇവിടെ ഈ സ്റ്റെയർ ഏരിയ നമ്മുടെ വാഷിൽ റൈസ് ചെയ്തിട്ടാണ് സ്റ്റെയർ ലൈറ്റിങ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ വരുമ്പോൾ തന്നെ ലൈറ്റ് അതെ ഇതൊക്കെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഓഫ് ആവും ചെയ്യുക. അതെ, തീർച്ചയായും. നമുക്കത് ലൈറ്റ് ഓണായി കിടക്കുക എന്ന് പറഞ്ഞാൽ ഷീസിനില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് പവർ സേവിങ് അവർക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആകുന്നത്.
ഏകദേശം എത്ര പെർസെൻറ്റേജ് ഓഫ് എനർജി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു 5,000 square people can listen before the thing that നമ്മൾ പ്രോപ്പറായിട്ട് സെൻട്രലൈസ് സിസ്റ്റം ഒക്കെ കൊടുത്ത് അതിൽ ഇപ്പൊക്കെ ഇത് പോകാറുണ്ടെങ്കിൽ അപ് ടു 60 എന്നുള്ളതാണ് കണക്ഷൻ ഒക്കെ പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ നന്നാക്കാനില്ലേ, ഇതിന്റെയും ഫ്രണ്ടിൽ ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത് മൊത്തം വീടിന്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ടോ? അത് ഈ ഏരിയയിലെ ഫസ്റ്റ് ഫ്ലോറിന്റെ മൊത്തം ഏരിയയിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സെയിം മോഡൽ തന്നെ എല്ലാ പോയിന്റ്സും നമുക്ക് ഇങ്ങനത്തെ അറിയാം. നമുക്ക് എങ്ങനെ വാലറി കസ്റ്റമൈസ് ചെയ്യും. ഇപ്പം ഇവിടെ ഇതിനകത്ത് നമ്മൾ വയേർഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇന്ന ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ബ്ലിങ്ങിങ് ആയാലും ട്യൂണിങ് ആയാലും എല്ലാം നമുക്ക് അങ്ങനെയില്ല. ഏത് ആരെങ്കിലും നമ്മൾക്ക് ഏതാണ് എപ്പോഴും നമ്മൾ ക്ലൈൻസ് നമ്മളോട് ചോദിക്കാറില്ല എപ്പോഴും ലൈറ്റ്സ് ചിലത് പറ്റുമോ പറ്റില്ല എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ആ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എന്തിനെ ചെയ്യാൻ പറ്റുമോ അത് തന്നെയാണ്. ലിമിറ്റേഷൻസ് ഇല്ലെങ്കിലും നമ്മൾ ചോദിക്കണം ഏതൊക്കെ മോഡലാണ്, അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് അതിടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഇതിന്റെ ബാക്ക് എൻഡ് എങ്ങനെയായിരിക്കും, ഇതിന്റെ വയറിങ് എങ്ങനെയാണ്, അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എൻഡ് പാനൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇതല്ലാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് പാനൽസും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു വയറിങ് മെത്തേഡ്, ഇത് വയർഡ് ഓട്ടോമേഷൻ ആണോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വയറിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ DB MCB ഇതിനെ കുറിച്ചിട്ടും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ? ഓക്കെ. ഇതാണ് നമ്മുടെ ഔട്ട്ഡോറിന്റെ DB വരുന്നത്. അവിടെ ആക്ച്വലി 2 DB നമുക്ക് വരുന്നുണ്ട്, ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറും ഒന്ന് ഫസ്റ്റ് ഫ്ലോർ. അത് തന്നെ ഇത് ഓട്ടോമേഷൻ DB ആണ്, നോർമൽ DB അവിടെ. ഓക്കെ, നോർമൽ DB ഒരു ചെറിയ സ്പേസ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അത് ഓൾറെഡി പിന്നെ ഇവിടെ നമ്മൾ നോർമലി കൂടെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിനകത്ത് പ്രശ്നമുള്ളത്. നമുക്കൊന്ന് സൂം ചെയ്യാവോ? ഇത് നമുക്ക് മാനുവലി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മളുടെ റിലൈസ് വരുന്നത്. അപ്പോൾ ഈ റിലൈസിൻ്റെ എനിക്ക് ഏറ്റവും റിലൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എവിടെയെങ്കിലും ഒരു എറർ വന്നാൽ പോലും ആ ഹൗസ് ഓണർക്ക് തന്നെ ഇതിൽ വന്നിട്ട് ഓൺ ഓഫ് ആക്കാൻ പറ്റും അല്ലേ. ഇതിൻ്റെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധമുള്ള വോൾട്ടേജ് വേരിയേഷൻസ് ഇതിൽ ഇൻബിൽറ്റ് സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ. പിന്നെ കുറച്ചും കൂടെ സേഫ് ആണ്, കാരണം നമുക്ക് നമ്മുടെ ഹൈ വോൾട്ടേജ് ഒന്നും അല്ല, നമ്മുടെ 12 വോൾട്ട് DC-യിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുക നമ്മുടെ പാനൽസ് ഒക്കെ. ഇതിനകത്ത് നമ്മൾ ഇതാണ് നമ്മുടെ MCB എന്നുള്ള ഔട്ടാണ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ റിലേയിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഡിമ മൊഡ്യൂൾസ് ഉണ്ട് ഇതിനകത്ത്, ഇത് റിലേസ് ആണ്, ഇത് ഇൻപുട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുന്നതും ഇവിടുന്ന് ഒരു വയർ തന്നെ നമുക്ക് ഒരു IP പോർട്ട് ഉണ്ട്. ആ IP പോർട്ടിൽ നിന്ന് നമ്മൾ കണ്ടോ ഇന്റർനെറ്റിലേക്ക് അവിടെ കണക്ട് ചെയ്യും. ജസ്റ്റ് ഒരു വയർ മാത്രം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇവിടുന്ന് Cat6 കേബിൾസ് വഴിയാണ് നമ്മുടെ പാനലുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാനൽസിലേക്കൊക്കെ നമുക്ക് 24 വോൾട്ടേ വരുന്നുണ്ട്. അപ്പൊ ഇതില് വയറിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വയറിംഗും ഓട്ടോമേഷൻ വയറിംഗും പല ഇലക്ട്രീഷ്യൻസും നമ്മളോട് ചോദിക്കുന്നതാണ്, ഇത് കൂടുതലാണോ കുറവാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും 2 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. സോ അവിടുത്തെ എല്ലാ വയറുകളും, എല്ലാ ലോഡുകളുടെ വയറുകളും അവിടുത്തെ DB-യിലോട്ട് എത്തിയാൽ മതി. ഈ ഫ്ലോറിലെ എല്ലാ എല്ലാ വയറിങ്ങും എല്ലാ ലോഡ്സും ഇതിലോട്ട് എത്തിയാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലപ്പോ ഇതെല്ലാ വയറുകളും അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ. ഒരൊറ്റ കാക്സിസ് കേബിൾ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ കൺട്രോൾ നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കാനും പറ്റും. സോ വയറിംഗ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് എന്തെങ്കിലും പൊടിക്കൊരു ചേഞ്ച് ചെയ്യുന്നല്ലാതെ ഒരു കാര്യപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് പറയാൻ കഴിയില്ല. ഈവൻ ന്യൂട്രൽ നമ്മളെല്ലാം ലിങ്ക് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് വരുന്നില്ല. ന്യൂട്രൽ ലിങ്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലേ. കാരണം എർത്തിങ് കാര്യങ്ങളെല്ലാം കോമണായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് വളരെ പ്രൊട്ടക്ഷനാണ്. സോ വയറിംഗ് സൈഡ് നമുക്ക് ഭയങ്കര ട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വയറിംഗ് ആണ് ശരിക്കും ഓട്ടോമേഷനിൽ വരുന്നത്, പ്രത്യേകിച്ച് TIS-ന്റെ.
നമ്മളെപ്പോഴും പറയാറുണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ ഓട്ടോമേഷൻ ആ വീട്ടിൽ കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് ഒരു 2-3 months അവരവിടെ താമസിച്ച് അവരതിൻ്റെ ഇതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ അവർക്ക് വന്നിട്ട് അവരുടേതായ കുറച്ച് കസ്റ്റമൈസേഷൻ പറയാറുണ്ട് നമ്മളെ അടുത്ത്. ഇപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ഈ എനർജി എഫിഷ്യൻസി അതിന് വേണ്ടിയിട്ട് മാക്സിമം, കാരണം എല്ലാ റൂമിലും ഒരുവിധം നമ്മളെ സെൻസർ ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ കിച്ചണിലോട്ട് പോവുകയാണെങ്കിൽ ഡൈനിങ് ഹോളിലും ഇതാ ഒരു മോട്ടർ സെൻസർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹോളിൽ വരുന്നത് ലൂണയാണോ? അല്ല, ഇവിടെ നമ്മള് ടെറി എന്ന് പറയുന്ന ഒരു പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പാനലാണ്. ഇത് നമുക്ക് ബെഡ് സൈഡിലും കൊടുത്തുകൂടെ വേണമെങ്കിൽ? തീർച്ചയായിട്ടും കൊടുക്കാം. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണോ, ലൈറ്റ് ആണോ, ഫാൻ ആണോ, ടെമ്പറേച്ചർ AC കൺട്രോൾ വേണമെങ്കിൽ കൊടുക്കാം, മ്യൂസിക് കൊടുക്കാം, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും. ലിമിറ്റേഷൻ ഇല്ല, ഇന്നതേ കൊടുക്കാവോ അങ്ങനെ ഒന്നും നമുക്ക് വരുന്നില്ല. എന്ത് വേണമെങ്കിലും കൊടുക്കാം. 4 പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിന്റെ അഡ്വാൻസ് വേർഷനായിട്ട് നമുക്ക് സീൻ സ്വിച്ചുകളും അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും വയർലെസ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിൽ കൺട്രോൾ ചെയ്യാൻ കൂടി സീൻ ആയിട്ട് തന്നെ ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പം എവേ എന്ന് പറഞ്ഞൊരു മോഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഇതിനകത്ത് ഇവിടെ വരേണ്ടത് സീൻ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി. ഇത് ബോർഡ് അക്രിലിക് ആണ് വരുന്നത്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് ആവുന്ന ഒരു ടൈപ്പാണ്. ഇതിൽ തന്നെ നമുക്ക് പല കളർ വേരിയേഷൻസ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏത് ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ ചിഹ്നങ്ങളും നമുക്ക് ഇതിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൂടെ. പ്രിന്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും. എനി കളർ അല്ലെ, ഇന്റീരിയറിന് മാച്ചിങ് ആയിട്ട് എനി കൈൻഡ് ഓഫ് ഇന്റീരിയർ എത്രത്തോളം മാച്ചിങ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു 8 years ബാക്ക് ചെയ്തിട്ടുള്ള വീടാണ്. അപ്പം ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇതിലിപ്പം നമ്മൾ ഇവിടെ കൂടുതലും ലോണ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഇപ്പൊ ഒരുപാടധികം പാനൽസ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പല ടൈപ്പ് ഓഫ് ഈവൻ നോർമൽ ക്ലിക്ക് ടൈപ്പിൽ വരുന്ന സ്വിച്ചസുകളായാലും സീൻ സ്വിച്ചുകളായാലും കുറെ എന്താ പറയുക 8 yearsനുള്ളിൽ കുറേ അധികം മോഡൽസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ ഒരു കംപ്ലീറ്റ് ഒരു വീടിന്റെ ലിമിറ്റേഷൻ ഇല്ലാണ്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു പ്ലാസ്റ്റിംഗ് സ്റ്റേജിന് മുന്നേ തന്നെ ശരിക്കും എല്ലാ ആർക്കിടെക്ട്സും നമ്മളോട് ചോദിക്കുന്നത് എപ്പോഴാണ് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡേ 1 മുതൽ ശരിക്കും നമ്മൾ ഇതിൽ വേണം. കാരണം അതിൻ്റെ ഒരു പൈലിംഗ് സ്റ്റേജ് തൊട്ടിട്ട് തന്നെ പിന്നെ അതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വയറിങ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ DB വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ആ ഡിസൈൻ പാർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ ലക്ഷങ്ങളിലെ വ്യത്യാസം തന്നെ ചിലപ്പോൾ ആ ഒരു ഇതിൽ വരും. അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വന്നിരിക്കുന്ന വീടെന്ന് പറയുന്നത് വാമനസാറിനെ അതുപോലെ സീമാമേമിൻ്റെ വീടാണ്. സാധനം ഇല്ലാതെ എഴുതി ഹാമരൻ വില്ല എന്നാണ് പറവൂരാണ്. പറവൂര്. ഈ തോന്നുന്ന ഇതിൻ്റെ ഒരു ജെന്യൂനായിട്ട് ഇതിൻ്റെ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയൊരു ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. പുതിയ മോഡേൺ ടൈപ്പിൽ പോകുമ്പോൾ അതിൻ്റെ കൺവീനിയൻസ് ഉണ്ട്. അതിൻ്റേതായ ഓൾഡ് എന്താ പറയുന്ന ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ മോഡേൺ സിസ്റ്റത്തിൽ പോകുന്നതിൻ്റെ പേരിലത് എടുക്കാറുണ്ട് നല്ല രീതിയിൽ. ഇതിപ്പോൾ 8 വർഷത്തോളമായി ഇതിപ്പോൾ തുടങ്ങി. ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ 8ാമത്തെ വർഷമാണ് ഇപ്പോൾ വരുന്നത്. ഏകദേശം ആഗസ്റ്റിൽ തുടങ്ങിയതായിരുന്നു. ആഗസ്റ്റ് കംപ്ലീറ്റ് അതിന് മുന്നേ തുടങ്ങിയ ആഗസ്റ്റിലാണ് നമ്മൾ താമസിച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് താല്പര്യം ഉണ്ടാവും, ഇതിൻ്റെ ആവശ്യകത മനസ്സിലായാലും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ്. ഇത് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ സേവിങ് ആണ്. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ പവർ സേവിങ് ആണ് ഇതിൻ്റെ മോസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സാധാരണ ലൈറ്റ് പിന്നെ കൺവീനിയൻസ് പിന്നെ പല ആപ്ലിക്കേഷൻസ് പല മോഡേൺ സിസ്റ്റത്തിൽ പിള്ളേർക്ക് മോഡേണൈസ് ചെയ്യാൻ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. നമ്മുടെ കൺവീനിയൻസ് ലൈറ്റിന് ഓഫ് ചെയ്യണ്ട, അല്ല ലൈറ്റിനെ ഇപ്പോൾ ഇതായാലും കൂളിങ് അല്ലെ ഡിം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ലീപ്പിംഗ് മോഡിൽ വെച്ചിട്ട് എൻ്റെ പല സിസ്റ്റം അതിനകത്തുണ്ട്. വെറുതെ ഇരുന്നിട്ട് ചെയ്യാം. നമുക്ക് കോമൺ യൂസിന് ഇപ്പോൾ ഒരു സാധാരണ വീട്ടുകാർക്ക് ഇത് ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം ഇതൊന്നും ആവശ്യമില്ല. ബട്ട് ഒരു
ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ കുറയും സൗകര്യം കൂടുന്ന അഡ്വാൻറ്റേജും കൺവീനിയൻസും മെയിൻ്റെനൻസ് അധികം ഞങ്ങൾക്ക് മെയിൻ്റെനൻസ് പറയുന്ന സാധനമില്ല. ഇൻവെസ്റ്റ്മെന്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പവർ സേവിംഗ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അതല്ല പാനൽസ് നമ്മൾ എടുക്കുമ്പോൾ പറഞ്ഞ പാനൽസിന്റെ മുകളിലുള്ള ഷീറ്റ് അതങ്ങനെ വയർഡ് ചെയ്തതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി അതുപോലെ ഉണ്ട് വയർഡ് സിസ്റ്റം ചെയ്ത്. ഇല്ല, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്തും മോഡേൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ ഒരു വെയിറ്റ് ചെയ്യുന്ന താമസമുണ്ട്, അത് ഓണാക്കി ഓഫ് ആക്കുമ്പോൾ. ഇല്ല ഇൻസ്റ്റന്റ് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ വയർലെസ്സിൽ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വയറാവുക ചെയ്യും. ഇത് വയർഡാണ്. അപ്പൊ വയർലെസ് ആകുമ്പോൾ ഇപ്പത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വയർലെസ്സിലാണ്. അത്രയും ഇപ്പൊ വിത്തൗട്ട് നിങ്ങളുടെ ഈ എന്താണ് കേബിൾ ഇല്ലാണ്ട് വയർലെസ്സിൽ ചെയ്യുന്നുണ്ടോ? വയർലെസ്സിലുണ്ട്. പക്ഷെ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസസ് വരെ ബ്ലോക്കേജ് വൈഫൈയിലാണ്. ഇൻഫ്രാറെഡ് എന്താ റേസ് ഒക്കെയാണ് അത്. ഇൻഫ്രാറെഡ് റേസ് എന്താണ് അതൊക്കെ ഉണ്ടാവും. കുറച്ച് വലിയ ഗ്ലാസ് വരിക, വലിയ ഭിത്തി വരിക, പ്രശ്നങ്ങളുണ്ടാവും. അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. വയറിലൊന്നും ഒരു പ്രശ്നമില്ല, ജസ്റ്റ് എന്നാലും സാധാരണ കുറച്ചെണ്ണം പ്ലഗ് പോയിന്റ്സ് എല്ലാം എക്സ്ട്രാ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് അതെ അറിയുന്നില്ല. ഇതില്ല അതില്ല. ഇതിന് ഇത് ഓടുന്നതിന് വേണ്ടിയിട്ടല്ല പ്ലഗ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇസ്തിരി ചെയ്യണം. അതേപോലെ തന്നെ എമർജൻസി ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഒരു ട്യൂബ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 ദിവസം ടെൻഷൻ ഉണ്ടായി. അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി. സാർ ഇപ്പോൾ ഓവറോൾ ഇതിന് നല്ല ഓവർ ആൾക്കാർ അക്കൗണ്ടിൽ ആർക്കും എടുക്കാവുന്ന ഒരു തന്നെ